മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ ആ കുറ്റത്തിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ ശിക്ഷയായിട്ട് ഒരു രാജ്യം തന്നെ ആ കൊലപാതകിയുടെ ജീവൻ എടുക്കണം. നൂറ്റാണ്ടുകളായി ഭിന്നാഭിപ്രായങ്ങളുള്ള ഒരു വലിയ മോറൽ ആൻഡ് ലീഗൽ ഡിബേറ്റ് ആണിത്. പക്ഷെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു ചരിത്രപരമായ വാർത്ത എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത, എന്നാൽ മനുഷ്യാവകാശ ചരിത്രത്തിൽ വൻ വഴിത്തിരിവാകുന്ന ഒരു ബിഗ് ഡെസിഷൻ. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ വാർത്ത ഇതാണ്. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് വധശിക്ഷ, ഡെത്ത് പെനാലിറ്റി ഒഫീഷ്യലായിട്ട് നിർത്തലാക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ലെബനൻ. ഒരു കാലത്ത് വലിയ കുറ്റകൃത്യങ്ങൾക്ക് തൂക്കുമരവും ഫയറിംഗ് സ്ക്വാഡും വിധിച്ചിരുന്ന ഒരു രാജ്യം ഇനി മുതൽ ആരെയെങ്കിലും കൊല്ലാൻ ഭരണകൂടത്തിന് അധികാരമില്ല എന്ന നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? കുറ്റവാളികളെ ഇല്ലാതെയാക്കുന്ന ഈ വധശിക്ഷ ലോകത്തെ എപ്പോഴാണ് തുടങ്ങിയത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇനി ഇത് നിർത്തലാക്കാൻ പോകുന്നത്? ലെബനനിലെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? കൃത്യമായി നോക്കാം. ആദ്യം തന്നെ ലെബനനിൽ നടന്ന സംഭവത്തിന്റെ പ്രധാന പോയിന്റുകളിലേക്ക് വരാം. ഓഗസ്റ്റ് 11 ലെബനൻ പാർലമെന്റ് ചരിത്രപരമായിട്ടുള്ള ഒരു ബില്ലിന് അംഗീകാരം നൽകി. രാജ്യത്തെ പീനൽ കോഡ് അടക്കം 41-ലധികം നിയമങ്ങളിൽ ഉണ്ടായിരുന്ന ഡെത്ത് പെനാലിറ്റി വ്യവസ്ഥകളെല്ലാം ഇതോടെ റദ്ദാക്കപ്പെടും. പകരം എന്താണ് ശിക്ഷ എന്നല്ലേ? ഇനി മുതൽ കഠിന തടവോടുകൂടിയ ജീവപര്യന്തമായിരിക്കും വധശിക്ഷയ്ക്ക് പകരമായിട്ട് നൽകുക. പക്ഷേ ഇവിടെ ഒരു കൗതുകരമായ കാര്യമുണ്ട്. ലെബനൻ ഇപ്പോൾ ഔദ്യോഗികമായി നിയമം പാസാക്കിയെങ്കിലും 2004 ശേഷം കഴിഞ്ഞ 22 വർഷമായിട്ട് ലെബനനിൽ ഒരാളെ പോലും വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിട്ടില്ല. കോടതികൾ വധശിക്ഷ വിധിക്കുമായിരുന്നുവെങ്കിലും സർക്കാരുകൾ അത് നടപ്പിലാക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം നിലവിൽ ഡെത്ത് റോയിൽ കഴിയുന്ന 84ഓളം തടവുകാരുടെ ശിക്ഷ ഇതോടെ ജീവപര്യന്തമായിട്ട് മാറും. അതുപോലെ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടെയുണ്ട്. ഒന്നാമതായിട്ട് ഹിസ്ബുള്ളയുടെ എതിർപ്പാണ്. പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രതിനിധികൾ പ്രതിഷേധിച്ചു, ഇറങ്ങിപ്പോയി. ഇനി പൊതുമാപ്പിന്റെ ഒരു തർക്കമുണ്ട്. രാജ്യത്ത് ഒരു പൊതുമാപ്പ് നിയമം നടപ്പിലാക്കാൻ ചർച്ച നടക്കുന്നുണ്ട്. ഭീകരവാദ കേസിൽപ്പെട്ടവർക്ക് ഇളവ് ലഭിക്കുമോ എന്ന ഭയം കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്കുണ്ട്. അതുപോലെ ക്രിമിനലുകളെ വിട്ടു നൽകലാണ് അടുത്ത സംശയം. ലെബനന്റെ ജസ്റ്റിസ് മിനിസ്റ്റർ അഡൽ നാസർ പറഞ്ഞത് വധശിക്ഷ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറ്റവാളികളെ ലെബനനിലേക്ക് നാട് കടത്താൻ വലിയ തടസ്സമായിരുന്നു എന്നാണ്. പുതിയ മാറ്റത്തോടെ അന്താരാഷ്ട്ര ജുഡീഷ്യൽ സഹകരണം കൂടുതൽ ശക്തമാകും. ഇനി ചരിത്രം നോക്കുമ്പോൾ, പുരാതന നിയമങ്ങൾ നോക്കുമ്പോൾ BC 18-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയയിൽ നിലവിലിരുന്ന കോഡ് ഓഫ് ഹമ്മുറാബിയിലാണ് രേഖപ്പെടുത്തപ്പെട്ട ആദ്യ വധശിക്ഷ നിയമങ്ങൾ കാണുന്നത്. An eye for an eye, a tooth for a tooth. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന തത്വമായിരുന്നു ഇതിന് പിന്നിൽ. റോമൻ ഗ്രീക്ക് ഭരണകാലം നോക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിലും പുരാതന ഗ്രീസിലും വധശിക്ഷ സർവ്വസാധാരണമായിരുന്നു. കുരിശിലേറ്റൽ, വിഷം നൽകൽ, തലവെട്ടൽ എന്നിവയൊക്കെ രാജാക്കന്മാർ നടപ്പിലാക്കിയിരുന്നു. ഇനി 18-ാം നൂറ്റാണ്ടിലെ മാറ്റം നോക്കുമ്പോൾ 1764 ഇറ്റാലിയൻ തത്വചിന്തകനായ ചെസരെ ബെക്കാരിയ എഴുതിയ ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെന്റ്സ് എന്ന പുസ്തകമാണ് ലോകത്ത് വധശിക്ഷയ്ക്കെതിരെ ആദ്യമായിട്ടൊരു വലിയ ചിന്താ തരംഗം സൃഷ്ടിച്ചത്. കുറ്റവാളിയെ കൊല്ലുകയല്ല, മറിച്ച് സമൂഹത്തെ തിരുത്തുകയാണ് വേണ്ടത് എന്ന് ലോകം ചിന്തിച്ചു തുടങ്ങി. ലോകത്തിന്റെ ട്രെൻഡ് നോക്കിയാൽ വധശിക്ഷ പതുക്കെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലോകത്തിലെ 110-ലധികം രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ ഇത് അബോളിഷ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാന രാജ്യങ്ങൾ ഇവയാണ്. ഒന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളായ സാംബിയയും ഘാനയും അടുത്തിടെ ഭരണഘടനാ ഭേദഗതികളിലൂടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നിർണായക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് കെനിയൻ കോടതികളും പാർലമെന്റും മരണശിക്ഷ ഒഴിവാക്കി പകരം ജീവപര്യന്തമാക്കാനുള്ള നിയമനിർമ്മാണത്തിൽ അവസാന ഘട്ടത്തിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. US-ൽ ഫെഡറൽ തലത്തിൽ വധശിക്ഷ ഉണ്ടെങ്കിലും കൂടുതൽ സ്റ്റേറ്റുകൾ, അതായത് നിലവിൽ 23 സ്റ്റേറ്റുകൾ നിരോധിച്ചു വധശിക്ഷ ഒഴിവാക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. ഇനി മലാവി, സിംബാബ്വെ ഭരണാധികാരികളും മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് നിയമസഭയിൽ ബില്ലുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ. വധശിക്ഷ എന്ന ക്രൂരമായിട്ടുള്ള രീതി ഇല്ലാതാക്കുന്നത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. കൃത്യമായ തെളിവുകളില്ലാതെ നിരപരാധികൾ കൊല്ലപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഇത് സഹായിക്കും. എന്നാൽ മറുഭാഗത്ത് ദാരുണമായ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇതിലൂടെ നീതി ലഭിക്കുമോ എന്ന വലിയൊരു ചോദ്യവും ബാക്കിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.